കൂട്ടുകാരെ, എല്ലാവർക്കും ഹാപ്പി സ്ട്രിങ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് വേഗം തന്നെ ബിഹൈൻഡ് മൂവ്മെന്റ്സ് എന്ന് പറയുന്ന പാഠം തീർക്കാൻ പോവാണ്. ഈ പാഠത്തിന്റെ ലാസ്റ്റ് പോർഷൻ ആണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എങ്കിൽ നമുക്ക് വേഗം ക്ലാസ്സിലേക്ക് പോകാം. മൂവ്മെന്റ് ഇൻ പ്ലാന്റ്സ്, അതായത് സസ്യങ്ങളിലെ ചലനം. മൂവ്മെന്റ് നോട്ട് ഓൺലി ഇൻ ആനിമൽസ് ബട്ട് ഓൾസോ ഇൻ പ്ലാന്റ്സ്. അതായത് ഈ ഒരു ചലനം അല്ലെങ്കിൽ മൂവ്മെന്റ് എന്ന് പറയുന്നത് ആനിമൽസിൽ മാത്രമുള്ളതല്ല, മൃഗങ്ങളിൽ മാത്രമുള്ളതല്ല. അത് ഏതിലും നമുക്ക് കാണാൻ പറ്റും, പ്ലാന്റ്സിലും നമുക്ക് കാണാൻ പറ്റും. പക്ഷെ നമ്മൾ ചെയ്യുന്നത് പോലെ ഓടുക, ചാടുക, ഇതൊന്നും നമുക്ക് പ്ലാന്റ്സിൽ കാണാൻ പറ്റൂല. പക്ഷെ ഏതൊക്കെ തരത്തിലുള്ള മൂവ്മെന്റ്സ് ആണ് പ്ലാന്റ്സിൽ കാണുന്നത് നമുക്ക് നോക്കാം. പ്ലാന്റ് മൂവ്മെന്റ്സ് ഒക്കെ അക്കോർഡിംഗ് ടു സ്റ്റിമുലസ്. അപ്പം ഈ ഒരു പ്ലാന്റ് മൂവ്മെന്റ് ഉണ്ടാവാനുള്ള കാരണം അല്ലെങ്കിൽ ഉണ്ടാക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ സ്റ്റിമുലിയാണ്. ഈ സ്റ്റിമുലിനെ നമുക്ക് സ്റ്റിമുലസ് എന്നും കേൾക്കും. സ്റ്റിമുലസ് ഇതിൻ്റെ സിംഗുലർ ഫോമാണ്. അപ്പോൾ സ്റ്റിമുലസ് എന്ന് പറഞ്ഞാലും സ്റ്റിമുലി എന്ന് പറഞ്ഞാലും രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പം നമ്മളിവിടെ പറഞ്ഞു പ്ലാന്റ് മൂവ്മെന്റ്സ് ഉണ്ടാവാനുള്ള കാരണം എന്താണ്? സ്റ്റിമുലി കൊണ്ടാണ്. അങ്ങനെയെങ്കിൽ എന്താണ് സ്റ്റിമുലസ് എന്ന് നോക്കാം. ദ ഇന്റേണൽ ഓർ എക്സ്റ്റേണൽ ഇൻസ്റ്റിഗേഷൻ ദാറ്റ് evokes എ റെസ്പോൺസ് ഇൻ ലിവിങ് ഓർഗാനിസംസ് ഈസ് കോൾഡ് എ സ്റ്റിമുലസ്. അപ്പോൾ എന്താണ് സ്റ്റിമുലസ് എന്ന് പറഞ്ഞാൽ, ഒരു ലിവിങ് ഓർഗാനിസത്തിൽ റെസ്പോൺസ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഒരു ജീവനുള്ള വസ്തുവിൽ ഒരു റെസ്പോൺസ് ഉണ്ടാക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഒരു സാധനമാണ് സ്റ്റിമുലസ് എന്ന് പറയുന്നത്. ഈ സ്റ്റിമുലസ് ഒന്നെങ്കിൽ ഇന്റേണൽ ആവാം, എക്സ്റ്റേണൽ ആവാം, ഉള്ളിൽ നിന്നാവാം, അല്ലെ പുറത്ത് നിന്നാവാം. ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മളൊരു പ്ലാന്റ് എടുത്തു, സസ്യം എടുത്തു. ആ സസ്യത്തിൻ്റെ ഉള്ളിൽ നിന്ന് ആ സ്റ്റിമുലസ് വരാം അല്ലേ. അതായത് ആ സസ്യത്തിൻ്റെ ഉള്ളിൽ നിന്ന് സ്റ്റിമുലസ് കൊണ്ട് അതിന് ചലനം ഉണ്ടാവാം. അല്ലെങ്കിൽ അതിൻ്റെ പുറത്തുള്ള എന്ന് പറയുന്ന എക്സ്റ്റേണൽ സറൗണ്ടിങ് ഉണ്ടാവില്ല, അതിൻ്റെ പുറത്തെ ചുറ്റുപാട്, അതിൽ നിന്ന് വരുന്ന സ്റ്റിമുലസ് കൊണ്ടും അതിന് എന്തുണ്ടാവാം, മൂവ്മെൻറ്റ് ഉണ്ടാവാം. ഈ സ്റ്റിമുലസിൻ്റെ എക്സാമ്പിൾസ് ആണ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ സൺലൈറ്റ്, സൂര്യപ്രകാശം, വാട്ടർ, ജലം, ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗുരുത്വാകർഷണം എന്ന് പറയൂലേ. നമ്മുടെ ന്യൂട്ടൻ്റെ തലയിൽ ആപ്പിൾ വീണ സമയത്ത് ആപ്പിൾ താഴോട്ടാണ് വീണത്, മേലോട്ട് വീണില്ല. കാരണം എന്തായിരുന്നു നമ്മൾ പഠിച്ച ഗ്രാവിറ്റി. ആ ഗ്രാവിറ്റിയാണ് ഇത്. ഇനി ടച്ച് കൊണ്ട് ഉണ്ടാവാം. കെമിക്കൽ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആ പ്ലാന്റിന്റെ ഉള്ളിൽ നിന്നുണ്ടാക്കുന്ന കെമിക്കൽ സബ്സ്റ്റൻസ് ഉണ്ടാവല്ലോ, ടോക്സിൻസും അങ്ങനത്തെ ഒക്കെ. അപ്പം അതും എന്താണ്, ഒരു സ്റ്റിമുലസ് ആണ്. അപ്പം ഇതൊക്കെയാണ് സ്റ്റിമുലസിന് എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. ഈ പ്ലാന്റ് മൂവ്മെന്റ്സിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ട്രോപ്പിക് മൂവ്മെന്റ് എന്നും നാസ്റ്റിക് മൂവ്മെന്റ് എന്നും. ട്രോപ്പിക് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ മൂവ്മെന്റ് അക്കോർഡിംഗ് ടു ദ ഡയറക്ഷൻ ഓഫ് സ്റ്റിമുലസ്. അതായത് ഒരു സ്റ്റിമുലസിന്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ ആ സ്റ്റിമുലസ് ഉണ്ടാക്കുന്ന ചലനത്തെയാണ് നമ്മൾ ട്രോപ്പിക് മൂവ്മെന്റ് എന്ന് പറയുന്നത്. നാസ്റ്റിക് മൂവ്മെന്റ് എന്താ മൂവ്മെന്റ് നോട്ട് അക്കോർഡിംഗ് ടു ദ ഡയറക്ഷൻ ഓഫ് സ്റ്റിമുലസ്. അതായത് ഒരു സ്റ്റിമുലസിന്റെ ഡയറക്ഷനിൽ അല്ലാത്ത ചലനങ്ങളെ, ആ സ്റ്റിമുലസ് ഉണ്ടാക്കുന്നതൊന്നുമല്ല. അപ്പം അങ്ങനത്തെ ചലനങ്ങളെയാണ് നമ്മൾ നാസ്റ്റിക് മൂവ്മെന്റ് എന്ന് പറയുന്നത്. ആദ്യം നമുക്ക് ട്രോപ്പിക് മൂവ്മെന്റിനെ കുറിച്ച് നോക്കാം. നമ്മളപ്പോൾ ട്രോപ്പിക് മൂവ്മെന്റ് എന്താണെന്ന് പഠിച്ചു അല്ലേ. ഒരു ഡയറക്ഷൻ ഓഫ് സ്റ്റിമുലസിൽ ഉണ്ടാവുന്ന മൂവ്മെന്റിനെയാണ് നമ്മൾ ട്രോപ്പിക് മൂവ്മെന്റ് എന്ന് പറയുന്നത്. അതിന് നമുക്ക് 5 ടൈപ്പായിട്ട് തരംതിരിക്കാം. 1 ഫോട്ടോട്രോപ്പിസം, 2 ജിയോട്രോപ്പിസം, 3 ഹൈഡ്രോട്രോപ്പിസം, 4 ഹാപ്റ്റോട്രോപ്പിസം, 5 കീമോട്രോപ്പിസം. ഒന്നാമത്തേതാണ് ഫോട്ടോട്രോപ്പിസം. അപ്പം എന്താണ് ഫോട്ടോട്രോപ്പിസം? ആ വേർഡ് തന്നെ ഉണ്ട്. ഫോട്ടോ എന്ന് പറഞ്ഞാൽ ലൈറ്റ് എന്നുള്ള മീനിങ് ആണ് ആ വാക്കിന് വരുന്നത്. ഫോട്ടോ, ലൈറ്റ്. Phototropism is the directional growth response of plants towards or away from light. അതായത് ഫോട്ടോട്രോപ്പിസം എന്നാൽ നമ്മുടെ പ്ലാന്റ് ഒന്നെങ്കിൽ ഈ ലൈറ്റിന് നേരെ വളരുക, അല്ലെങ്കിൽ ലൈറ്റിന് ഓപ്പോസിറ്റ് ആയിട്ട് എവേ ഫ്രം ലൈറ്റ്. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഫോട്ടോട്രോപ്പിസം എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് 2 ടൈപ്പായിട്ട് പറയാം. ഒന്ന് പോസിറ്റീവ് ഫോട്ടോട്രോപ്പിസം ഉണ്ട്, രണ്ടാമത്തെ നെഗറ്റീവ് ഫോട്ടോട്രോപ്പിസം ഉണ്ട്. പോസിറ്റീവ് ഫോട്ടോട്രോപ്പിസം എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് ടുവേർഡ്സ് ലൈറ്റിന് നേരെ, ആ ഒരു പ്രകാശത്തിന് നേരെയായിട്ട് അത് പ്ലാന്റ് വളരുക. അതാണ് പോസിറ്റീവ് ഫോട്ടോട്രോപ്പിസം. നമ്മൾ കാണാറുണ്ട് നമ്മുടെ ചുറ്റുപാടുമുള്ള കുറേ പ്ലാന്റ്സ് ഒക്കെ എന്താണ്, സൂര്യപ്രകാശം എവിടെയാണോ ഉള്ളത് അതിന് നേരെയായിട്ടായിരിക്കും അത് വളരുന്നത്. അപ്പം അതെന്താണ് ഈ ഒരു പോസിറ്റീവ് ഫോട്ടോട്രോപ്പിസം.
ആണ്. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ നമ്മൾ പറയുന്നത് സ്റ്റെം അല്ലേ. കൂടുതലായിട്ട് നമ്മൾ എന്താ സ്റ്റെമ്മാണ് കാണുക അല്ലേ, റൂട്ടല്ല കാണുക, സ്റ്റെമ്മാണ് കാണുക. അടുത്തത് നെഗറ്റീവ് ഫോട്ടോട്രോപ്പിസം എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് എവേ ഫ്രം ലൈറ്റ്, അതായത് ലൈറ്റിൽ നിന്ന്, സൂര്യപ്രകാശത്തിൽ നിന്നും ഓപ്പോസിറ്റ് ആയിട്ട് വളരുക. അപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. റൂട്ട് നമ്മൾ ഒരിക്കലും ലൈറ്റിന് നേരെ വളരുന്നതല്ല കാണുക, അത് മണ്ണിലേക്ക്, അതായത് മണ്ണിൽ എന്താണ്, സൂര്യപ്രകാശം കിട്ടുന്നുണ്ടോ അടിയിലേക്ക്? ഇല്ല, അവിടെ ഒരു ഡാർക്ക് ഏരിയ ആണ് അല്ലേ. അപ്പോൾ ആ ഒരു ഡാർക്ക് ഏരിയയിലേക്കാണ് എന്ത് വളരുക, റൂട്ട് വളരുക, അതായത് ലൈറ്റിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതെന്താണ്, നെഗറ്റീവ് ഫോട്ടോട്രോപ്പിസം ആണ്. രണ്ടാമത്തേതാണ് ജിയോട്രോപ്പിസം എന്ന് പറയുന്നത്. ഗ്രോത്ത് റെസ്പോൺസ് ഓഫ് പ്ലാന്റ്സ് ടു ഗ്രാവിറ്റിക്ക് നേരെയായിട്ട് ഈ ഒരു പ്ലാന്റ് വളരുക എന്ന് പറയുന്നത്. അത് നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, പോസിറ്റീവ് ജിയോട്രോപ്പിസും നെഗറ്റീവ് ജിയോട്രോപ്പിസും. എന്താണ് പോസിറ്റീവ് ജിയോട്രോപ്പിസം? ഗ്രോത്ത് ഡൗൺവേർഡ്സ്, അതായത് താഴോട്ട് വളരുക, അതാണ് പോസിറ്റീവ് ജിയോട്രോപ്പിസം എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയാം, റൂട്ട് അല്ലേ. റൂട്ട് എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റിക്ക് നേരെയാണ്. ഗ്രാവിറ്റി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ജസ്റ്റ് നിങ്ങൾ ആ ന്യൂട്ടൻ്റെ ആപ്പിൾ തലയിൽ വീണത് മാത്രം ഓർത്താൽ മതി. ആപ്പിൾ താഴോട്ടാണ് വീണത്, മേലോട്ടല്ല വീണത്. അതേപോലെ തന്നെ ഇവിടെ റൂട്ട് താഴോട്ടാണ്, ഗ്രാവിറ്റിൻ്റെ അടുത്തേക്കാണ് അത് വളരുക. അപ്പോൾ അതെന്താണ്, പോസിറ്റീവ് ജിയോട്രോപ്പിസം ആണ്. രണ്ടാമത്തേതാണ് നെഗറ്റീവ് ജിയോട്രോപ്പിസം. അതെന്താണ്, ഗ്രോത്ത് അപ്വേർഡ്സ്, മുകളിലോട്ടാണ് വളരുക. എക്സാമ്പിളാണ് സ്റ്റെം എന്താണ്, താഴോട്ടല്ല വളരുക, അത് മുകളിലോട്ടാണ് വളരുക അല്ലേ. റൂട്ട് പോകുന്ന വഴിക്കാണോ സ്റ്റെം പോവുക? അല്ല, മുകളിലോട്ടാണ്. അപ്പം അതെന്താണ്, നെഗറ്റീവ് ജിയോട്രോപ്പിസം. മൂന്നാമത്തേതാണ് ഹൈഡ്രോട്രോപ്പിസം. ഹൈഡ്രോ എന്ന് പറഞ്ഞാൽ വാട്ടർ റിലേറ്റഡ് വേർഡാണ് അല്ലേ. വെള്ളം എന്നാണ് ഹൈഡ്രോൻ്റെ അർത്ഥം വരിക. ഗ്രോത്ത് റെസ്പോൺസ് ഓഫ് പ്ലാന്റ്സ് ടു വാട്ടർ ആണ്. അതായത് ഈ പ്ലാന്റ്സ് വെള്ളത്തിൻ്റെ അടുത്തേക്ക് വളരുക, അതിനെയാണ് നമ്മൾ ഹൈഡ്രോട്രോപ്പിസം എന്ന് പറയുന്നത്. അതും രണ്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. പോസിറ്റീവ് ഹൈഡ്രോട്രോപ്പിസും ഉണ്ട്, നെഗറ്റീവ് ഹൈഡ്രോട്രോപ്പിസും ഉണ്ട്. അതിൽ നമ്മൾ കൂടുതലായിട്ട് പറയുക പോസിറ്റീവ് ഹൈഡ്രോട്രോപ്പിസത്തെ കുറിച്ചാണ് കേട്ടോ. ഗ്രോയിങ് ടുവേർഡ്സ് വാട്ടർ സോഴ്സ്. പോസിറ്റീവ് ഹൈഡ്രോട്രോപ്പിസം എന്ന് പറഞ്ഞാൽ പ്ലാന്റ് വെള്ളത്തിൻ്റെ അടുത്തേക്ക് വളരുക. പ്ലാന്റ് മൊത്തമായിട്ടല്ല, പ്ലാന്റ് പാർട്ട്. ഏത്? എക്സാമ്പിൾ റൂട്ടാണ്. റൂട്ട് നമുക്കറിയാം, നമ്മുടെ അടുത്ത് ഒരു പ്ലാന്റ് കുഴിച്ചിട്ടാൽ തൊട്ടടുത്ത് ഒരു റിവർ ഉണ്ടെങ്കിൽ ഈ ഒരു പ്ലാന്റിൻ്റെ റൂട്ട് ആ റിവറിൻ്റെ അടുത്ത്, ആ പുഴൻ്റെ അടുത്തേക്ക് പോകും. കാരണം എന്താണ്, ഈ ഒരു ഹൈഡ്രോട്രോപ്പിസം കൊണ്ടാണ്. ആ ഒരു വെള്ളം എന്ന് പറയുന്നത് ഒരു സ്റ്റിമുലസ് ആണ്. അപ്പോൾ ഇതെന്താണ്, ഒരു മൂവ്മെൻ്റ് ആണ് കാണിക്കുന്നത്. ഈ റൂട്ട് അതിൻ്റെ അടുത്തേക്ക് പോകുന്നത്, ആ ഡയറക്ഷൻ ഓഫ് സ്റ്റിമുലസിൻ്റെ അടുത്തേക്ക് പോകുന്നത് ഒരു മൂവ്മെൻ്റ് ആണ് കാണിക്കുന്നത്. നെഗറ്റീവ് ഹൈഡ്രോട്രോപ്പിസം എന്ന് പറഞ്ഞാൽ ഗ്രോയിങ് എവേ ഫ്രം വാട്ടർ സോഴ്സിൻ്റെ അടുത്ത് നിന്ന് ദൂരേക്ക് പോരുക അല്ലേ. അതിൻ്റെ അടുത്തേക്ക്, വെള്ളത്തിൻ്റെ അടുത്തേക്ക് പോകുന്നില്ല, അതിൻ്റെ വിപരീതമായിട്ട് ഓപ്പോസിറ്റ് ആയിട്ട് പോകുന്നതിനെയാണ് നമ്മൾ നെഗറ്റീവ് ഹൈഡ്രോട്രോപ്പിസം എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾ സ്റ്റെം നമുക്ക് പറയാം അല്ലേ. സ്റ്റെം വെള്ളത്തിൻ്റെ അടുത്തേക്കല്ല വളരുക. അതേപോലെ ചില റൂട്ടുകൾ എന്താണ്, നെഗറ്റീവ് ഹൈഡ്രോട്രോപ്പി. എല്ലാ റൂട്ടും പോസിറ്റീവ് ഹൈഡ്രോട്രോപ്പിസം കാണിക്കും എന്ന് പറയുന്നില്ല. ചില റൂട്ട് നെഗറ്റീവ് ഹൈഡ്രോട്രോപ്പിസം ആണ് കാണിക്കുന്നത്. അതിലൊരു പ്ലാന്റ് ജീനസ് ജെൻകസ് എന്ന് പറയുന്ന അതിൽ വരുന്ന റൂട്ട് ഈ ഒരു നെഗറ്റീവ് ഹൈഡ്രോട്രോപ്പിസം ആണ് കാണിക്കുന്നത്. അടുത്തതാണ് ഹാപ്റ്റോട്രോപ്പിസം. ഗ്രോത്ത് റെസ്പോൺസ് ഓഫ് പ്ലാന്റ്സ് ടു ടച്ച് ഓർ കോണ്ടാക്ട്. ഇവിടെ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് വേഗം മനസ്സിലാവും ഈ ഒരു ഹാപ്റ്റോട്രോപ്പിസത്തിന്. സീൻ ഇൻ ക്ലൈംബിംഗ് പ്ലാന്റ് കേൾ എറൗണ്ട് കോണ്ടാക്ട്. അതായത് നമ്മളൊരു വടി കുത്തി കൊടുത്താൽ നമ്മൾ പീ പ്ലാന്റ് എന്ന് വെച്ചാൽ പയറ് ചെടിയിൽ, അത് ആ വടിക്ക് ചുറ്റുമായിട്ടാണ് കയറുന്നത്. അതെന്താണ്, ഹാപ്റ്റോട്രോപ്പിസം ആണ്. അഞ്ചാമത്തതാണ് കീമോട്രോപ്പിസം. ഗ്രോത്ത് റെസ്പോൺസ് ഓഫ് പ്ലാന്റ്സ് ടു കെമിക്കൽ സ്റ്റിമുലി സച്ച് എസ് ന്യൂട്രിയൻസ്, ടോക്സിൻസ് ഓർ സിഗ്നലിംഗ് മോളിക്യൂൾസ്. ഇത് എന്താണ്, ഒരു ഇന്റേണൽ സ്റ്റിമുലസ് ആണ് കീമോട്രോപ്പിസത്തിൽ വരുന്നത്. അതായത് ന്യൂട്രിയൻസിന് നേരേക്ക് അല്ലെ ടോക്സിൻസ് ഓർ സിഗ്നലിംഗ് മോളിക്യൂൾസ്, ഇതുകൊണ്ടുണ്ടാവുന്ന ഒരു മൂവ്മെന്റ് ആണ് കീമോട്രോപ്പിസം എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ടാബിൾ ഫില്ല് ചെയ്യാനുണ്ട്, ട്രോപ്പിക് മൂവ്മെൻറ്റ്സ്. അവിടെ പ്ലാൻ മൂവ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഫോട്ടോട്രോപ്പിസം, അതിൻ്റെ സ്റ്റിമുലസ് എന്തായിരുന്നു, ലൈറ്റ്. ഡയറക്ഷൻ ഓഫ് മൂവ്മെൻറ്റ് ഓഫ് ദ ഷൂട്ട്, ലൈറ്റിൽ എവിടെയായിരുന്നു ഷൂട്ട് മൂവ്മെൻറ്റ് ചെയ്യുന്നത്, ടുവേർഡ്സ് ലൈറ്റിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. ഡയറക്ഷൻ ഓഫ് മൂവ്മെൻറ്റ് ഓഫ് ദ റൂട്ടോ എവേ ഫ്രം ലൈറ്റിന് ഓപ്പോസിറ്റ് ആയിട്ടായിരുന്നു റൂട്ട് പോകുന്നത്. അടുത്ത ജിയോട്രോപ്പിസം. ജിയോ എന്ന് പറഞ്ഞാൽ എന്താണ്, ഗ്രാവിറ്റി. അവിടെ ഡയറക്ഷൻ ഓഫ് മൂവ്മെൻറ്റ് ഓഫ്
ദ ഷൂട്ട് എവേ ഫ്രം ഗ്രാവിറ്റി ആണ്. അതായത് ഷൂട്ട് സ്റ്റെം എന്താണ്, ഇതിൽ നിന്ന് ഗ്രാവിറ്റിക്ക് ഓപ്പോസിറ്റ് ആയിട്ടായിരുന്നു വളരുന്നത്. ഡയറക്ഷൻ ഓഫ് മൂവ്മെന്റ് ഓഫ് ദ റൂട്ടോ ടുവേഴ്സ് ഗ്രാവിറ്റിൻ്റെ അടുത്തേക്കായിരുന്നു വളരുന്നത്. അടുത്തതാണ് ഹൈഡ്രോട്രോപ്പിസം. ഹൈഡ്രോട്രോപ്പിസം എന്ന് പറഞ്ഞാൽ എന്താണ്, വാട്ടർ, വെള്ളമാണ് അല്ലേ. അവിടെ ഡയറക്ഷൻ ഓഫ് മൂവ്മെന്റ് ഓഫ് ദ ഷൂട്ട് എന്താണ്, എവേ ഫ്രം വാട്ടർ സോഴ്സ്. അതായത് വാട്ടർ സോഴ്സിൽ നിന്ന്, ആ വെള്ളത്തിൻ്റെ അടുത്ത് നിന്ന് ഓപ്പോസിറ്റ് ആയിട്ടായിരുന്നു സ്റ്റെം വളരുന്നത്. അടുത്ത ഡയറക്ഷൻ ഓഫ് മൂവ്മെന്റ് ഓഫ് ദ റൂട്ട് ടുവേർഡ്സ് വാട്ടർ സോഴ്സിൻ്റെ അടുത്തേക്കാണ് വളരുന്നത്. നെക്സ്റ്റ് ഇവിടെ ഒരു എക്സ്പെരിമെന്റ് നമ്മളോട് ചെയ്യാനാണ് പറയുന്നത്. എന്താണ് എക്സ്പെരിമെന്റ്? Arrange sawdust and an earthen pot filled with water in a box as shown in the figure. Place some gram seeds at different parts of the box. Take the pot out carefully after a few days. ഒബ്സർവ് ദ ഡയറക്ഷൻ ഓഫ് ഗ്രോത്ത് ഓഫ് ദ റൂട്ട്സ്. അതായത് നമ്മളോട് ഒരു കാർഡ്ബോർഡിൻ്റെ ഒരു പെട്ടി എടുക്കാൻ പറഞ്ഞു. ആ പെട്ടിയിൽ മണൽ നിറയ്ക്കാൻ പറഞ്ഞു. ആ മണലിൽ കുറച്ച് ഗ്രാം സീഡ്സ് എന്ന് വെച്ചാൽ നമ്മളെ പയറ് വിത്ത് നടാൻ പറഞ്ഞു. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഈ പിക്ചറിൽ കണ്ട പോലെ ഒരു മണ്ണിൻ്റെ ചട്ടിയിൽ വെള്ളം നിറച്ചിട്ട് വെക്കാൻ പറഞ്ഞു. അങ്ങനെ കുറച്ച് ദിവസത്തിന് ശേഷം നമ്മളോട് നിരീക്ഷിക്കാൻ പറഞ്ഞതാണ് എന്താണ് അവിടെ സംഭവിക്കുന്നത്, അതായത് അവിടെ അതിൻ്റെ റൂട്ട് എങ്ങോട്ടാണ് വളരുന്നത് എന്നാണ് നോക്കാൻ. അപ്പോൾ ഇവിടെ നമ്മൾ ഒബ്സർവേഷൻ പറയുന്നത് എന്താണ് കാണാൻ പറ്റുക? ദ റൂട്ട്സ് ഓഫ് ദ ഗ്രാം സീഡ്സ് ഗ്രോ ടുവേർഡ്സ് ദ earthen pot filled with water. അതായത് ആ ഒരു മൺകുടത്തിൻ്റെ അടുത്തേക്കായിരിക്കും ഈ റൂട്ട് ഉണ്ടായത്. കാരണം എന്താണ്, അവിടെ വെള്ളം ഉണ്ട് അല്ലേ. വെള്ളം എന്ന് പറയുന്നത് ഒരു സ്റ്റിമുലസ് ആണ്. ഇവിടെ എന്താണ്, ട്രോപ്പിക് മൂവ്മെൻ്റ് ആണ് ഇത് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇൻഫറൻസ്, നമ്മുടെ നിഗമനം നമുക്ക് എങ്ങനെ എഴുതാം? ദ റൂട്ട്സ് എക്സിബിറ്റ് പോസിറ്റീവ് ഹൈഡ്രോട്രോപ്പിസം, മീനിങ് ദേ ഗ്രോ ടുവേർഡ്സ് the source of water. In this case, the roots are responding to the moisture gradient created by the earthen pot filled with water. അതായത് നമ്മൾ ആ മൺകുടത്തിൽ വെള്ളം നിറച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ആ മൺകുടത്തിൻ്റെ പെക്യുലാരിറ്റി എന്ത് പറയാം? അവിടെ ഈ നമ്മൾ മൺകലമൊക്കെ നമ്മൾ തൊട്ട് നോക്കുന്ന സമയത്ത് അതിനെന്തുണ്ടാവും, ഒരു വെള്ളത്തിൻ്റെ അല്ലെങ്കിൽ ഒരു മോയ്സ്ചർ കണ്ടന്റുള്ള ഒരു തണുപ്പൊക്കെ ഫീൽ ചെയ്യും അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ ഈ റൂട്ട്സ് പോസിറ്റീവ് ഹൈഡ്രോട്രോപ്പിസം കാണിച്ചു. പോസിറ്റീവ് ഹൈഡ്രോട്രോപ്പിസം എന്ന് പറഞ്ഞാൽ എന്താണ്, ആ വാട്ടർ കണ്ടന്റിന്റെ അടുത്തേക്ക് ഈ റൂട്ട് വളരെയാണ് ചെയ്യുക. നമ്മൾ ട്രോപ്പിക് മൂവ്മെന്റിനെ കുറിച്ച് പഠിച്ചു. ഇനി നമ്മൾ നാസ്റ്റിക് മൂവ്മെന്റ് എന്താണെന്ന് പറയുന്നത്. അപ്പം നമ്മൾ നാസ്റ്റിക് മൂവ്മെന്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് നാസ്റ്റിക് മൂവ്മെന്റ്? ഡസ് നോട്ട് ഓക്കർ ടു ദ ഡയറക്ഷൻ ഓഫ് എ സ്റ്റിമുലസ്. അതായത് ഒരു സ്റ്റിമുലസിന് നേർക്കൊന്നല്ല, സ്റ്റിമുലസ് കൊണ്ടൊന്നും അല്ല ഈ ഒരു ചലനം നടക്കുന്നത്. അതിനെയാണ് നമ്മൾ നാസ്റ്റിക് മൂവ്മെന്റ് എന്ന് പറയുന്നത്. പിന്നെയും ആ നാസ്റ്റിക് മൂവ്മെന്റിന് പല പല പ്രത്യേകതകളുണ്ട്. എന്തൊക്കെയാണ്? ഇറ്റ് ഒക്കേഴ്സ് ക്വിക്ക്ലി. ഈ നാസ്റ്റിക് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നടക്കുന്ന ഒരു ചലനമാണ്. വിത്തിൻ സെക്കൻഡ്സ് ഓർ മിനിറ്റ്സ് ആണ് അത് നടക്കുക. നാസ്റ്റിക് മൂവ്മെന്റ്സ് ആർ റിവേഴ്സിബിൾ. ഇത് നമുക്ക് എന്താക്കാം? റിവേഴ്സിബിൾ ആണ്. അതായത് മീൻസ് പ്ലാൻ ക്യാൻ റിട്ടേൺ ടു ഒറിജിനൽ സ്റ്റേറ്റ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ഇല നമ്മൾ തൊട്ട സമയത്ത് അത് വാടിപ്പോയി, എന്നാൽ കുറച്ചുകൂടി കഴിഞ്ഞ ശേഷം അതെന്താവും, അത് നിവർന്ന് വരും. അതാണ് നമ്മൾ പറഞ്ഞത് നാസ്റ്റിക് മൂവ്മെന്റ്സ് ആർ റിവേഴ്സിബിൾ എന്ന് പറയുന്നത്. ഇതെന്താ പറയുന്നത്? ഇറ്റ് ഈസ് നോൺ ഡയറക്ഷണൽ. നോൺ ഡയറക്ഷണൽ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റിമുലസിന്റെ ഡയറക്ഷനിലൊന്നും അല്ല ഇത് നടക്കുക. അതുകൊണ്ടാണ് നോൺ ഡയറക്ഷണൽ എന്ന് പറയുന്നത്. നാസ്റ്റിക് മൂവ്മെന്റിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറയുന്നത്, അല്ലെ ഏറ്റവും ആദ്യത്തെ എക്സാമ്പിൾ ഏതാണ്? ടച്ച് മീ നോട്ട്. അതായത് മിമോസ പുടിക്ക എന്ന് പറയും. അത് നമ്മുടെ തൊട്ടാവാടിയാണ്. ഈ തൊട്ടാവാടിയെ നമ്മൾ തൊട്ടാൽ അപ്പം തന്നെ വിത്തിൻ സെക്കൻഡ്സ് എന്താവും, അത് കൂടിപ്പോവും അല്ലേ. അതാണ് നാസ്റ്റിക് മൂവ്മെന്റ് എന്ന് പറയുന്നത്. മറ്റൊരു എക്സാമ്പിൾ ആണ് പ്രയർ പ്ലാന്റ്. ഇവിടെ നമ്മളോട് പറയുന്നുണ്ട് ലിസ്റ്റ് ഔട്ട് മോർ എക്സാമ്പിൾസ് ഫോർ നാസ്റ്റിക് മൂവ്മെന്റ്. നാസ്റ്റിക് മൂവ്മെന്റിന് കുറച്ചുകൂടി എക്സാമ്പിൾ പറയാൻ. ഒന്ന് നമ്മൾ പറഞ്ഞു ടച്ച് മീ നോട്ട് അല്ലേ, തൊട്ടാവാടി. രണ്ടാമത്തേതാണ് കാർണിവോറസ് വീനസ് ഫ്ലൈ ട്രാപ്പ്. ഇതൊരു ടൈപ്പ് ഓഫ് പ്ലാന്റ് ആണ്. ഒരു കാർണിവോറസ് പ്ലാന്റ് ആണ്. അതായത് ഇൻസെക്റ്റിനൊക്കെ കഴിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്താവും, ആ ഇൻസെക്റ്റ് വരുന്നേരം പെട്ടെന്ന് അങ്ങോട്ട് പൂടും. അതൊരു ടൈപ്പ് ഓഫ് നാസ്റ്റിക് മൂവ്മെന്റ് ആണ്. മറ്റൊന്നാണ് പ്രെയർ പ്ലാന്റിൽ കാണുന്നത്. ഇതിലും ഇല ഇങ്ങനെ ചുരുങ്ങാണ് ചെയ്യുന്നത്. അതും ഒരു ടൈപ്പ് ഓഫ് നാസ്റ്റിക് മൂവ്മെന്റ് ആണ്. വരെ നമ്മുടെ ബിഹൈൻഡ് മൂവ്മെന്റ്സ് എന്ന് പറയുന്ന പാഠം ഇതോടുകൂടി കംപ്ലീറ്റ് ആവുകയാണ്. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഷോർട്ട് നോട്ട്സ് എന്തായാലും നോട്ടിലേക്കൊക്കെ എഴുതിയിട്ട് പഠിക്കാൻ തുടങ്ങണം. കാരണം നമ്മുടെ എക്സാം നമ്മുടെ വഴിയിൽ തന്നെ എത്തിയിട്ടുണ്ട്.
ഇനി ഈ ഒരു പാഠത്തിൻ്റെ ലെറ്റേഴ്സ് എസ് പോർഷൻ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ അടുത്ത ചാപ്റ്ററും നമ്മൾ വീഡിയോസായിട്ട് ഷോർട്ട് നോട്ടായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയുകയും ചെയ്യുക. സോ അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബൈ.